ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ആമ്പൽ ബക്കറ്റിൽ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് കുളങ്ങളിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളെ വീട്ടിലൊരു ആമ്പൽ ചെടി നടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിപ്പം ചെറിയൊരു തൈ കിട്ടിയപ്പോൾ ഞാനൊരു ബക്കറ്റിൽ കുറച്ച് നല്ല വെള്ളം എടുത്ത് അര ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് മണലും മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ടാട്ടോ ഞാനിത് നടുന്നത്. പെയിൻറ്റ് ബക്കറ്റ് ഒഴിഞ്ഞത് കിട്ടിയിരുന്നു. അപ്പോൾ അതിലാട്ടോ ഞാനിത് തൈ വെച്ച് കൊടുക്കുന്നത്. മണൽ ആദ്യം ഇട്ട് കൊടുത്തേ. പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പെയിൻറ്റ് പാട്ടയിൽ കുറച്ച് മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത്. അപ്പം മണലും മണ്ണും കേട്ടോ ഞാൻ മിക്സ് ചെയ്തേ. നമുക്ക് വയൽച്ചെളി കിട്ടുകയാണെങ്കിൽ അത് കൊടുന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടും ആമ്പലിൻ്റെ ചെടി നട്ടുപിടിപ്പിക്കാം കേട്ടോ. നമ്മളെ മുറ്റത്ത് നമുക്കൊരു ചെറിയ ആമ്പലിൻ്റെ തൈകൾ ഒരു ബക്കറ്റിൽ ഞാൻ വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഞാനത് കലക്കി വെച്ചിട്ട് കുറച്ച് തെളിയാൻ വെച്ച്. അപ്പോൾ ഞാനിതാ അതുപോലെ ആയതിൻ്റെ ശേഷമാണ് ഈ ബക്കറ്റിലേക്ക് ഈ തൈ പിടിപ്പിച്ച് കൊടുത്തത്. ഇപ്പം ഞാൻ അതിലേക്ക് 2 മാസമായി ഞാനിത് നട്ടിട്ട്. ഇപ്പം പൂവ് വിരിഞ്ഞ് കേട്ടോ. ഇപ്പോൾ ഒരു മൊട്ടും ഇട്ടിട്ടുണ്ട്, പൂവും വിരിഞ്ഞ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും നമ്മളെ മുറ്റത്ത് ആമ്പൽ നട്ടു കൊടുക്കാം. കുളമൊന്നും വേണമെന്നില്ല. അങ്ങനെ ബക്കറ്റിലും നമുക്ക് ആമ്പൽ നട്ടു കൊടുക്കാം കേട്ടോ. കണ്ടോ, ഒരു പൂവും ഉണ്ടായിട്ടുണ്ട്, ഒരു കുഞ്ഞു മൊട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കും എൻ്റെ മുറ്റത്തൊരു ആമ്പൽപ്പൂ ഉണ്ടായി. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നൊക്കെ വയലറ്റ് കളറുള്ള ആമ്പലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്ക് കേട്ടോ. നമുക്ക് ഇതൊരു ബേസിനൊക്കെ കിട്ടുമ്പോൾ വലിയ ബേസിനിലേക്ക്, വട്ടമുള്ള ബേസിനിലേക്ക് മാറ്റാം. ഇല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ, ഇപ്പം ആമ്പലൊക്കെ നടുന്ന സിമെൻറ്റിൻ്റെ പോട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ മാറ്റാം. ഇപ്പം നമ്മൾ ബക്കറ്റിൽ ചെയ്ത് ഇത്രയും ഇല ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് വേറെ പാത്രങ്ങളിലേക്ക് മാറ്റി നടാം കേട്ടോ. ഞാനിതാ നെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പട്ടി പിടിക്കാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടി നെറ്റിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണേ. കൊതുക് വരാതിരിക്കാനും നെറ്റിട്ട് മൂടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ബായ്.